ഞാൻ ആദ്യം നോക്കുമ്പോ ഈ കയ്യില് മൈലാഞ്ചി അതാണ് എന്റെ ശ്രദ്ധയിൽ വന്നത്. ഭയങ്കര റെയർ ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ ആൺകുട്ടികള് മൈലാഞ്ചി ചെയ്യണേ. ഇപ്പൊ ചിലര് പറയും ആൺകുട്ടികൾ മൈലാഞ്ചി ഇടാൻ പാടില്ല, ഇന്ന ഡ്രസ്സ് ഇടാൻ പാടുള്ളൂ എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു മാറ്റി ചിന്തിക്കുന്നുണ്ട് ഓൾറെഡി. അത് പല ആളുകൾക്കും ഇഷ്ടം, ഇങ്ങനെ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് പ്രചോദനം ആവുന്നുണ്ട്. ആ തോട്ട് എങ്ങനെയാ വന്നത്? ഞാൻ ആക്ച്വലി എന്ത് ചെയ്യുമ്പോൾ ഞാൻ ആദ്യം ആലോചിക്കുന്നവരോ, ഞാൻ ഇത് ചെയ്താൽ ആരെങ്കിലും ഹേർട്ട് ചെയ്യുമോ, അല്ലെങ്കിൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം വരുമോ, ആർക്കെങ്കിലും നഷ്ടം വരുമോ, അതൊന്നും ഇല്ലെങ്കിൽ ഞാൻ പിന്നെ ആര് പറഞ്ഞാലും കേൾക്കില്ല. ഈവൻ എൻ്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും അയ്യോ ഇതെന്തിനാ ചെയ്യുന്നത് ഞാൻ കേൾക്കില്ല. കാരണം ഞാൻ വിചാരിക്കും ഇത് എനിക്കൊരു ഹാപ്പിനെസ് കിട്ടുന്നുണ്ട്, ഇത് ഇപ്പോൾ കുറേ ആൾക്ക് മോട്ടിവേഷൻ ആകും, ഒരു വെറൈറ്റിയാണ്. നമ്മളെല്ലാ സ്ഥലത്തും ഒരേപോലെ പോയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഞാനെപ്പം മെറീനോടും പറയും, നമ്മൾ എവിടെ പോയാലും നമ്മൾ ക്രൗഡിൽ സ്റ്റാൻഡ് ഔട്ട് ചെയ്യണം. അതിനു വേണ്ടി ഹാം ചെയ്യാത്ത എന്തും വേണമെങ്കിൽ ചെയ്തു. അപ്പം അങ്ങനെ ഇത് ഞാൻ ഇൻസ്പയർ ആയിട്ട് ചെയ്തു. ഒരു ഋഷഭ് എന്ന് പറഞ്ഞിട്ടൊരു സിംഗർ ഉണ്ട്, നോർത്ത് ഇന്ത്യൻ ആണ്. ആളെപ്പോഴും സിത്താർ വായിക്കുന്ന ആളാണ്. ആളുടെ കണ്ടപ്പോൾ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഈ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ഒക്കേഷനിൽ ഇത് ചെയ്യണം. അപ്പം മെറിയുടെ ഹൗസ് വാമിങ്, മെറീൻ്റെ മൈലേജ് ചെയ്യുന്ന ആൾ വന്നപ്പം ഞാൻ ചോദിച്ചു എനിക്കൊന്ന് ചെയ്തു തരും. അപ്പോൾ ടൈം ഉണ്ടായില്ല, അത് ഭയങ്കര സങ്കടമായി. പക്ഷെ എനിക്കൊരു ഇതുണ്ട്, എന്തെങ്കിലും ഒന്ന് നേടണമെന്ന് വെക്കാൻ ഞാൻ അത് ഏതറ്റം വരെയും പോയിട്ട് ഞാൻ നേടിയിരിക്കും. എന്നിട്ട് ഞാൻ പിറ്റേ ദിവസം ആളെ വിളിച്ച് ചോദിച്ചു ചെയ്തു തരാൻ പറ്റുമോ. അങ്ങനെ ആ ദിവസം നൈറ്റ് വന്ന് ഇത് ചെയ്ത്, ഇവിടെ റൂഹ് എന്ന് എഴുതിയിട്ടുണ്ട് ഞാൻ. ഇത് ഫുൾ ഒരു ഗണപതിയും ഒരു ശിവന്റെ ഡീറ്റെയിലിംഗ് ആണ്, നന്നായി ചെയ്തു. പക്ഷെ ഇത് കുറേ ആൾ ചോദിക്കുകയും ചെയ്തു, കുറേ ആൾ നല്ല അഭിപ്രായം പറഞ്ഞു. പിന്നെ ഡെഫിനറ്റ്ലി നമ്മളെല്ലാ ഇഷ്ടങ്ങളും എല്ലാ ആളും ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. ഇതൊക്കെ നെവർ മൈൻഡ്, അങ്ങനെ അങ്ങ് വിടും. നിങ്ങൾ രണ്ടുപേരും പ്രത്യേകം പറയട്ടെ, ഇപ്പൊ നിങ്ങളൊരു ഐഡിയ ഒരു കാര്യം പറയുമ്പോൾ അതിന് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്നുണ്ടല്ലോ. ഇപ്പൊ ഒരാളൊരു കാര്യം പറയുന്നു, അങ്ങനെ തന്നെ ഈ റീൽ ആൻഡ് റീൽ എന്നൊക്കെ പറയുന്നത് ശരിക്കുള്ളതാണോ തോന്നുന്നതാണോ പറയണേ, ശരിക്കും ആ ഒരു കണക്ഷൻ എങ്ങനെയാ ശരിക്കും? പക്ഷെ ഒരു മൈലാഞ്ചി ഇട്ടോണ്ടൊന്നും ഒരു കുഴപ്പമില്ലല്ലേ? എന്താ കുഴപ്പം? എല്ലാ കാര്യത്തിലും ഇങ്ങനെ തന്നെയാണോ? ചില ഡ്രസ്സൊക്കെ ഇടുമ്പോ ഞാൻ പറയും മിത്തേട്ടാ ഇത് ഇടണ്ടായിരുന്നു, പ്ലീസ് ഇത് ഇടല്ലേ. പക്ഷെ നമ്മള് ഹൗസ് വാമിങ്ങിന് ഇട്ടൊന്നല്ല കേട്ടോ. ഒരു വേറെ ഒരു കോസ്റ്റ്യൂമിന് ഞാൻ അങ്ങനെ ഒരു മോശം പറഞ്ഞിട്ടില്ല. ഒരു കോസ്റ്റ്യൂം ഇട്ടു, അതൊക്കെ ഇട്ടിട്ടുണ്ട്, ഒരു കരാട്ടെ മാസ്റ്റർ പോലെ. അതെ അതെ, അതിട്ടു മിത്തേട്ടൻ. അപ്പൊ ഞാൻ പറഞ്ഞു മിത്തേട്ടാ ഇത് ഇട്ടല്ലേ മിത്തേട്ടാ, പ്ലീസ് മിത്തേട്ടാ. എന്താണ് ഞാനിടും, ഞാൻ എന്തെല്ലാം ഇടും ഇത് മിത്തേട്ടാ പ്ലീസ് മിത്തേട്ടാ. മിത്തേട്ടൻ അതൊക്കെ ഇട്ട് മറ്റേ കെട്ടൊക്കെ കെട്ടി. സത്യം പറയും അത് ഇട്ട് കഴിഞ്ഞ് പുറത്ത് വന്നപ്പോ നീ പറഞ്ഞ അടിപൊളിയാണെന്ന് പറഞ്ഞു. പിന്നെ പറയാണ്ടിരിക്കാൻ അല്ലല്ല ഇവളെ തന്നെ പറഞ്ഞു മിത്തോട്ടാ കണ്ടപ്പോ എനിക്ക് രസം തോന്നിയ, പക്ഷെ ഇട്ട് കണ്ടപ്പോ ഇപ്പൊ കുഴപ്പമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. പക്ഷെ ഫസ്റ്റ് ഈ ഡ്രസ്സ് ട്രയൽ ചെയ്യുമ്പോൾ ഈ നാടിയൊന്നും ഇല്ല, ഇത് കുറച്ച് ലൂസുമായിട്ട് അവര് ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് പിന്നെയാണ് അവർ ഓൾട്ടർ ചെയ്തിട്ട് ശരിയാക്കിയത്. അപ്പൊ ഇത് ഇട്ടപ്പോ ഞാൻ ഇത് ഇട്ടിട്ടാണോ ഭഗവാനെ വരുന്നത്, ഞാനൊന്ന് എവിടെയെങ്കിലും പോയി വിളിക്കാം. പക്ഷെ അത് ശരിക്കൂലേ നമ്മുടെ ഷോറൂമിന് മുമ്പിലൊക്കെ ടെഡ്ഡി ബിയർ വന്ന് നിക്കില്ലേ തലയിൽ വല്ലത് വെച്ച്, അതുപോലെ ഉണ്ടായിരുന്നു. എല്ലാരും പറഞ്ഞു ഒരു ബലൂണും കൂടെ പിടിച്ചു എന്നിട്ട് അവിടെ ഒന്ന് ഇങ്ങനെ ആടിക്കോന്ന്. പക്ഷെ ഇട്ട് കഴിഞ്ഞപ്പോ ആരും അങ്ങനെ പറഞ്ഞു കേട്ടോ. നേരിട്ട് കണ്ട് എല്ലാ ആൾക്കാരും കോംപ്ലിമെന്റേ തന്നിട്ടുള്ളൂ. എല്ലാരും പറഞ്ഞു ഭയങ്കര വെറൈറ്റി ആയിട്ടുണ്ട് പറഞ്ഞില്ലേ. പിന്നെ ആ പോയി ഇവന്റും അങ്ങനെയാ, ഫാഷൻ കോളേജിന്റെ ഒരു ഇനോഗ്രേഷൻ ആണ്. അപ്പം അങ്ങനത്തെ ഒരു സ്ഥലത്ത് പോകുമ്പോ അത്രയും ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഡ്രസ്സ് വേറെ ഇല്ല സത്യം. ഇത് എങ്ങനെ കണ്ടുപിടിക്കണേ? ഇപ്പൊ ഓരോ ഫംഗ്ഷന്റെ സമയത്ത് ഇങ്ങനെ കുറച്ച് വെറൈറ്റി പ്ലാൻ ചെയ്യാൻ ഓൾറെഡി മനസ്സിലുണ്ടോ? ഞാൻ കുറേ റിസർച്ച് ചെയ്യും. ഞാൻ ഈ പാരീസ് ഫാഷൻ വീക്ക്, അത് മെറ്റ് ഗാല, അതൊക്കെ പോയി നോക്കിയിട്ട് അതിൽ നിന്നൊക്കെ റെഫറൻസ് എടുത്ത് നമ്മുടെ ഡിസൈനർ ഉണ്ട് ഓൾറെഡി കണ്ടുവച്ച ഡ്രസ്സ് എത്രയോ ഭേദമായിരുന്നു അത്. വേറെ എന്തെങ്കിലും ഒരു ഉടുപ്പ് പോലൊക്കെ എടുത്ത് വെച്ചിട്ടില്ല. അത് ഞാൻ ചെയ്യും. ഞാൻ ഇതൊക്കെ ചെയ്തിട്ട് എന്റെ ഡിസൈനർ ഉണ്ടല്ലോ ബാമ്പ തലശ്ശേരി, അവരാണ് എന്റെ എല്ലാ കോസ്റ്റ്യൂം ചെയ്യുന്നത്. അവിടെ പോയിട്ട് ഞാൻ കാണിക്കും, ഞാൻ ആദ്യം ഇത് കാണിച്ചു കൊടുക്കാം, അവന്റെ മുഖം നോക്കുക, അത് എക്സ്പ്രഷൻ ഓക്കെ ആണോ, ഇത് ഞാൻ ബ്രോ ഇതാണ് എനിക്ക് വേണ്ടത്, ഇത് ചെയ്യാലോ. പക്ഷെ അവർ അടിപൊളിയായി ചെയ്തത്. നമ്മൾ ഏത് ക്രൗഡിൽ പോയാലും നമ്മളൊന്ന് സ്റ്റാൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒന്നും ചെയ്യണം. അപ്പൊ ഞാൻ എപ്പോ കീപ്പ്, ഈവൻ മെറീന്റെ എല്ലാ കോസ്റ്റ്യൂമും ഞാനാണ് സത്യം പറഞ്ഞാല് ഡിസൈൻ ചെയ്യിപ്പിക്കുന്നത്, എല്ലാം കൊടുക്കുന്നത്. ഈ കല്യാണത്തിന് ശേഷം അല്ലെങ്കിൽ ലൈഫിൽ ഇന്ന് ആള് വന്നതിന് ശേഷം മാറിയൊരു മാറ്റം എന്താന്ന് ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും പറയാ? ഋതുഷ മിറിയായി. ഋതുഷ എന്ന് പറയുന്നത് ആർക്കും അറിയില്ല, ആരാ ഋതുഷ. അല്ല എനിക്ക് ഭയങ്കര മാറ്റം വന്നിട്ടുണ്ട്. ഞാന് ഭയങ്കര ഇൻട്രോവേർട്ട് ആയിട്ട് എൻ്റെ കംഫർട്ട് സോൺ നോക്കി നടന്നിരുന്ന ഒരാളാണ്. പക്ഷെ അതിൽ നിന്നും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ദേഷ്യം പിടിക്കുന്ന ഒരാളായിരുന്നു. എല്ലാവരുടെ അടുത്തും ആ ദേഷ്യം കാണിക്കും. ആ ചേഞ്ചസ് ഒക്കെ എനിക്കിങ്ങനെ
മിത്തോട്ടന്റെ അടുത്ത് ഞാനിപ്പോ ദേഷ്യം കാണിക്കും, പക്ഷേങ്കില് അതെന്താ മാറാത്ത? ഞാൻ ഇവളോട് വന്ന് ചോദിക്കും, എടി നീ എല്ലാ ആളോടും സൈലന്റ് ആയിട്ട് എന്നോട് എന്താ ഇങ്ങനെ കാണിക്കുന്നത്? അത് ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് മാത്രം കൊടുക്കുന്ന സ്പെഷ്യൽ. പക്ഷെ എനിക്ക് വന്ന അത് എന്റെ പണ്ടത്തെ ആൾക്കാര് പെട്ടെന്ന് എന്നെ കാണുമ്പോ അല്ലെങ്കിൽ എന്റെ ഫ്രണ്ട്സ് ഒക്കെ നീ എന്തോരം മാറി, കാരണം പണ്ട് ഒരു ചുരിദാറൊക്കെ ഇട്ടിട്ട് ഷോളൊന്നും കൊടുത്താണ്ട് ഞാൻ പുറത്തു പോവില്ല, അങ്ങനത്തെ ആളിന്ന് ഞാൻ ആദ്യമായിട്ട് ഒരു മോഡേൺ വെയർ അല്ലെ ഒരു പാർട്ടി വെയർ ഡ്രസ്സ് ഇടുന്നത് മിത്തോടിനെ കല്യാണം കഴിച്ചിട്ട് ഞാൻ ഫസ്റ്റത്തെ ഒരു ന്യൂ ഇയർ, അപ്പം നമ്മൾ ബാംഗ്ലൂരായിരുന്നു, അപ്പൊ ന്യൂ ഇയർ പാർട്ടിക്ക് ഒരു പബ്ബിൽ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. ബാംഗ്ലൂർ ഞാനൊരു 7 years ആയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇതുവരെ ഞാൻ പബ്ബിൽ പോയിട്ടില്ല. ഞാനൊരു കോൺവെന്റ് ഹോസ്റ്റലിലാണ് നിന്നത്. നല്ല സേഫ്റ്റി ആയിരിക്കണ്ടേ, നാട്ടിൽ നിന്ന് വന്ന ഒരു പെൺകുട്ടിയല്ലേ, അപ്പൊ സേഫ്റ്റി ആയിരിക്കും. ഞാൻ കോൺവെന്റ് ഹോസ്റ്റലിലാണ് ഞാൻ നിന്നത്. അവിടെ ഒരു 8:30 ആകുമ്പോൾ ഉള്ളിൽ കയറണം, അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ ലൈഫ്. അപ്പൊ മിത്തോട്ടിന് കല്യാണം കഴിച്ചു, മിത്തോട് വന്നു ഫസ്റ്റ് കല്യാണം കഴിച്ചല്ലേ നമുക്ക് എന്തായാലും പബ്ബിലൊക്കെ പോവാം. അപ്പൊ ഞാൻ എക്സൈറ്റഡ് ആയി, ഓക്കെ പബ്ബിൽ ആദ്യമായിട്ട് പബ്ബിൽ പോവാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഷോർട്ട് ഡ്രസ്സൊക്കെ ഇടുന്നു. എന്നിട്ട് ഞാൻ പബ്ബിൽ പോയപ്പോൾ മിത്തോട്ടൻ എന്തോ ഷൂവിൻ്റെ അടിയിൽ ബോൾ വെച്ച് തുള്ളി ഒറ്റ പോക്ക് ഡാൻസ് ഫ്ലോറിൽ. ഞാൻ ഒറ്റക്കായി, എനിക്കിതൊന്നും പരിചയമില്ലാത്തില്ല. ഓരോരാൾ ഡ്രിങ്ക്സ് കഴിക്കുന്നു, ഡാൻസ് കളിക്കുന്നു, എനിക്കിതൊട്ടും കംഫർട്ട് ആകുന്നില്ല. അപ്പം എൻ്റെ കൂടെ മിത്തോട്ടൻ്റെ ഒരു ബ്രദർ ഉണ്ട്, രഞ്ജിത്തേട്ടനും വൈഫും ഉണ്ട്. അവരിവിടെ നിന്ന് പൊരിഞ്ഞടി, ഞാൻ ഒറ്റയ്ക്ക് അന്ന് എനിക്ക് ഭയങ്കര ദേഷ്യം വന്നിട്ട് ഞാൻ കല്യാണം കഴിച്ച് 2 മാസമേ ആയുള്ളൂ. നവംബറിൽ കല്യാണം കഴിച്ചു, നമ്മൾ ഡിസംബറിൽ നെക്സ്റ്റ് മന്ത് നമ്മൾ പോവാണ്. എനിക്ക് ദേഷ്യം വന്നിട്ട് മിത്തോട് പക്ഷെ ഇതൊന്നും അറിയുന്നില്ല, ഞാൻ ദേഷ്യം പിടിച്ചത് ഒന്നും അറിയുന്നില്ല. ലാസ്റ്റ് നിമിഷം ഏതോ ഒരു തന്നെ തോണ്ടിട്ട് പോവുകയും ചെയ്തു. ഒട്ടും പിടിച്ചില്ല. അപ്പൊ നമ്മള് എല്ലാം പാർട്ടിയൊക്കെ കഴിഞ്ഞ ന്യൂ ഇയർ ഒന്നും ഞാൻ വിഷ് ചെയ്തും കൂടി ഇല്ല, ഹാപ്പി ന്യൂ ഇയർ. അപ്പൊ അന്നേരമാണ് മിത്തോട്ട് എന്നെ ശ്രദ്ധിക്കുന്നത്, ഇതൊക്കെ എന്ത് പറ്റി ന്യൂ ഇയർ ഒന്നും വിഷ് ചെയ്യുന്നില്ലല്ലോ. അപ്പൊ നമ്മള് എക്സിറ്റ് അടിച്ച് പോവാൻ നോക്കുമ്പോ ഞാൻ റോട്ടിൽ നിന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇതായിരിക്കും നമ്മളെ ലാസ്റ്റത്തെ ന്യൂ ഇയർ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ആ ദേഷ്യത്തിൽ എനിക്ക് ആ വേർഡ് മാത്രം ഡൈജസ്റ്റ് ആവില്ല. എന്നിട്ട് അങ്ങനെയൊക്കെ ഞാനെപ്പം പറഞ്ഞു എന്ത് പറഞ്ഞു എന്നൊക്കെ പറയും. പിന്നെ അന്ന് ദേഷ്യത്തിലൊക്കെ പോയി എന്തെല്ലോ ഡ്രാമയൊക്കെ ചെയ്ത്. പക്ഷെ ഇപ്പൊ നോക്കി, ഇപ്പം 6 ദിശയിൽ മാറി മെറിയിലേക്ക് എത്തി. മെറിക്ക് ഭയങ്കര മാറ്റം വന്നു. അതെല്ലാം അവൾ അക്സെപ്റ്റ് ചെയ്തു. ആ ടൈമിനനുസരിച്ച് ഡെവലപ്പ് ചെയ്ത് എല്ലാ മാറ്റങ്ങളും നല്ലതിനാണല്ലോ. മെറി മാറിയതൊക്കെ അത് ചോദിക്കട്ടെ, ഇപ്പം നമ്മുടെ ഒരു കംഫർട്ട് സോൺ ഉണ്ടാവുമല്ലോ. ഇപ്പൊ നമ്മുടെ കല്യാണ ശേഷമായാലും പല മാറ്റങ്ങൾ വരും രണ്ടുപേർക്കിടയിലും. ഇപ്പൊ ഹാപ്പിയാണോ ശരിക്കും? ഈ മാറ്റം എങ്ങനെയാ കാണുന്നത് ശരിക്കും? സത്യമായിട്ടും എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് അതാണ്. ആ ഒരു നമ്മളെ ലൈഫിൽ പലതും വരും, അതിനെ അഡാപ്റ്റ് ചെയ്ത് അതിനനുസരിച്ച് നമ്മൾ ഓക്കെ ഞാൻ ഇങ്ങനെയാണ്, ഞാൻ മാറില്ല അങ്ങനെ വിചാരിച്ച് നിന്ന് കഴിഞ്ഞാൽ ആക്ച്വലി നമ്മളെ ഹാപ്പിനെസ്സിനെയാണ് അത് ബാധിക്കുക. ഇപ്പം നമ്മൾ ഒരുപാട് ആൾക്കാരെ കാണും, അവരായിട്ട് മിങ്കിൾ ചെയ്യും. ചില ആളെ നമുക്ക് ഇഷ്ടപ്പെടില്ല, ചില ആളെ കൂട്ടത്തിലേ പോകാൻ ഇഷ്ടം ഉണ്ടാവില്ല. അതൊക്കെ ആക്ച്വലി നമ്മളുടെ മൈൻഡിനെ അപ്സെറ്റ് ആക്കുകയാണ് ചെയ്യുന്നത്. അതിന് നമ്മൾ ഓക്കെ ലെറ്റ് ഇറ്റ് ഗോ എന്ന് ആക്ച്വലി അത് ടൈം എടുക്കും കേട്ടോ. ആ ഒരു സംഭവം ടൈം എടുക്കും തന്നെ ചെയ്യും. എനിക്ക് കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നത് അങ്ങനത്തെ ഒന്നും ഇഷ്ടമില്ലാത്ത ഒരാളായിരുന്നു. പക്ഷെ എനിക്കിപ്പോൾ അതൊക്കെ ഞാനത് അത് അഡാപ്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്കത് എൻ്റെ ഹാപ്പിനെസ് എനിക്ക് മനസ്സിലായി. എനിക്ക് ആ ഒരു ഫുൾ ടൈം ഹാപ്പി ആയിട്ട് എങ്ങനെയാണ് മിത്തോട്ടൻ ഇരിക്കുന്നത്. പണ്ടൊക്കെ ഞാൻ വിചാരിക്കും ഇയാൾ എങ്ങനെ ഇത്ര കൂളായിട്ട് ഇരിക്കുന്നത്, ഈ നെഗറ്റീവ് കമൻ്റ് ഒക്കെ എങ്ങനെയാണ് ഇങ്ങനെ ആവുന്നത്. അല്ലെങ്കിൽ ആര് വന്നാലും അവരടുത്ത് ചിരിച്ച് നമ്മളുടെ ഹാപ്പിനെസ് അവർക്കും കൂടെ കൊടുക്കാൻ ശ്രമിക്കുക. അപ്പം നമ്മൾ പോസിറ്റീവായിട്ടിരിക്കും. എത്രത്തോളം പോസിറ്റീവായിട്ട് നമ്മൾ ഇരിക്കുന്നോ അത്രയും പോസിറ്റിവിറ്റി നമ്മൾ അട്രാക്ട് ചെയ്യുള്ളൂ. ഇതൊക്കെ എന്നെ പഠിപ്പിച്ചൊന്നും വിട്ടിട്ട് കുറച്ച് മുമ്പ് എനിക്ക് ക്ലാസ് എടുത്തത്. പക്ഷേ ട്രൂ, ശരിക്കും അത് ട്രൂ ആണ്. നമ്മൾ ഇത്രയും സക്സസ് ആയി എടുക്കുന്നുണ്ടെങ്കിൽ ബിക്കോസ് വി ബോത്ത് ആർ പോസിറ്റീവ്. നമ്മൾ രണ്ടാളും മാനിഫെസ്റ്റ് ചെയ്യുന്നത് ഒറ്റ കാര്യങ്ങളാണ്. അതൊക്കെ കൊണ്ടാണ് മാനിഫെസ്റ്റേഷൻ ഈസ് റിയൽ ആക്ച്വലി. അത് ഞാൻ എങ്ങനെ പറയണമെന്ന് അറിയില്ല. പക്ഷെ 2 പേര് ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുമ്പം അത് നടക്കും. അത് ഭയങ്കര ശരിക്കും ആൾക്കാര് ഇതായിരുന്നു മാറിയ പേര്, ഇതായിരുന്നു എനിക്ക് വേണ്ട പേര്. എവിടെയായിരുന്നു? ഈ സോഷ്യൽ മീഡിയയിൽ വരുന്നതിന് മുൻപ് പല ജോലികൾ ചെയ്തിട്ടുണ്ടാവും. പഠിച്ചത് ഹോട്ടൽ മാനേജ്മെന്റാണ്. അപ്പൊ അന്ന് ആ ജോബ് വിടാം, ഇത് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവാം എന്ന് തോന്നിയ സമയത്ത് ചിലപ്പോൾ നമുക്ക് ഇതിന്റെ ഭാവി എന്താണെന്ന് പോലും അറിയില്ല, എത്ര സക്സസ് ഉണ്ടാവണമെന്ന് പോലും നമുക്കൊരു ഐഡിയ ഇല്ല. സോ ആ ഒരു ധൈര്യം കാണിച്ചു. ഇന്ന് സക്സസ് ആയി നോക്കിയിരിക്കുമ്പം അന്ന് ചിലപ്പം എങ്ങനെ പുറകോട്ട് നോക്കുന്ന സ്ഥലത്ത് പല ജോലികൾ നമ്മൾ ചെയ്തിട്ടുണ്ട്.
സോ ഈ സക്സസിന് എങ്ങനെയാ കാണുക? ആ സമയത്ത് ഈ പഴയ വർക്ക് ചെയ്ത കാര്യങ്ങളും ആ ലൈഫൊക്കെ ഓർക്കാറുണ്ടോ? ഉറപ്പായിട്ടും ഞാൻ ഒരിക്കലും വന്ന വഴി മറക്കാത്ത ഒരാളാണ്. എനിക്കങ്ങനെ ഞാൻ വെയിറ്ററായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ സലോൺ ഇൻഡസ്ട്രിയിലാണ് ഞാൻ വർക്ക് ചെയ്തത്. ബിസിനസ് ഡെവലപ്മെൻ്റ് ആയിരുന്നു റീസെൻ്റ്ലി റിസൈൻ ചെയ്തത്. അപ്പം ഏറ്റവും കൂടുതൽ സങ്കടകരമായ അവസ്ഥയിൽ കൊണ്ടുപോയത് ഞാൻ നമ്മൾ ഈ ഹോട്ടൽ മാനേജർ പഠിക്കുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് നല്ല കോട്ട് സൂട്ടൊക്കെ ഇട്ട് ബോവും ടൈ ഒക്കെ വെച്ച് ഫ്രണ്ട് ഓഫീസിൽ ഇങ്ങനെ ഹായ് വെൽക്കം ഗുഡ് ഈവനിങ് അങ്ങനെ പറയുന്ന ഒരു ജോബല്ലേ. ആക്ച്വലി അങ്ങനത്തെ ജോബേ അല്ല. ഞാൻ ഈ സ്വപ്നക്കൂടാണോ പൃഥ്വിരാജിന്റെ സ്വപ്നക്കൂട് കണ്ടിട്ടാണ് ഹോട്ടൽ മാനേജ്മെന്റ് ചെയ്യണമെന്നുള്ളത്. അതില് രാജുവേട്ട ഇതൊന്നും ചെയ്യാൻ പാടില്ല, ഇതൊക്കെ കണ്ടിട്ടാണ് ഞാൻ വിചാരിച്ചത് ഓ ഇത്രയും നല്ല ജോബാണ് വാ കൊള്ളാലോ. പക്ഷേങ്കില് ആദ്യത്തെ ഇന്റർവ്യൂവിന് സെലക്ഷൻ കിട്ടി അതിൻ്റെ ഉള്ളിൽ കയറി പോയപ്പോഴാണ് വലിയ 5 സ്റ്റാർ ഹോട്ടൽ ഓട്ടോമാറ്റിക് ഗേറ്റ് ഒക്കെ തുറക്കുന്നുണ്ട്. വാ ഇത്രയും അടിപൊളി സ്റ്റാർ ഹോട്ടൽ നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഉള്ളിൽ കയറി ആദ്യം രണ്ട് കച്ചറ തുണി നമ്മളെ മേലെറിഞ്ഞ് തന്നപ്പോഴാണ് എൻ്റെ സ്വപ്നം അവിടെ തകർന്നതാണ്. വലിയൊരു റൂമിൽ കൊണ്ടുപോയിട്ട് അട്ടിക്ക് വെച്ചിരിക്കുന്ന പ്ലേറ്റാ അതിൻ്റെ അവിടെ കൊണ്ടുപോയി ഇരുന്നിട്ട് രാവിലെ ഇരുത്തിയിട്ട് പുലർച്ചെ 3 മണിക്കാണ് നമ്മളെ അവിടെ നിന്ന് വിടുന്നത്. ആദ്യത്തെ ദിവസത്തെ ജോബാണ് അത്. എന്നിട്ട് എന്നുവെച്ചാൽ പ്ലേറ്റ് രാവിലെ മുതൽ 3 മണി വരെ നമ്മൾ ഈ പ്ലേറ്റ് വായ്പ എൻ്റെ കൈയൊക്കെ പൊക്കള വന്നിരുന്നു. അപ്പോൾ കാരണം എനിക്കത് വിട്ട് ഓടി വരാനും പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ ഞാൻ ആ ഒരു സിറ്റുവേഷനിൽ വന്നത്. അന്ന് ആ വിട്ട് വന്നിരുന്നെങ്കിൽ ഞാൻ ചിലപ്പം ഒന്നും എത്തിയിട്ടുണ്ടാവില്ല. അതൊക്കെ തുടക്കമാണ്. 900 rupees ആയിരുന്നു എൻ്റെ സാലറി. ആ ഒരു സ്റ്റൈപ്പൻ്റാണ് അന്നേരം, സാലറി ഇല്ല സ്റ്റൈപ്പൻ്റാണ്. അതിൻ്റെ അകത്തുനിന്ന് 350 രൂപ റെൻറ്റ് കൊടുത്തിട്ട് ബാക്കി പൈസ ഞാൻ അമ്മയ്ക്ക് അയച്ചു കൊടുക്കായിരുന്നു. അമ്മക്ക് അന്നേരം അയച്ചു കൊടുക്കുന്ന 500 രൂപയാണ്. ആ 500 രൂപ എന്ന് പറയുന്നത് അമ്മക്ക് ഇന്നത്തെ ഒരു 50,000 രൂപയുടെ വാല്യൂ അമ്മക്ക് അന്ന് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു ലെവലിന് വന്നത്. പിന്നെ കുറേ കൈപ്പേറിയ നിമിഷങ്ങളുണ്ട് കേട്ടോ. ഒരു പ്രാവശ്യം ഞാൻ കൊച്ചിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, പാലാരിവട്ടത്ത്. ബ്രാൻഡിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. അവിടെ നിന്ന് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഒരാൾ എന്നെ തല്ലിയിട്ടുണ്ട്. ആക്ച്വലി തല്ലിയത് എന്തിനാ വെച്ചാൽ ഞാൻ ഒന്നാമത് ഷോർട്ടാണ്. ആ സമയത്ത് ഇന്നും ചെറുതായിരുന്നു. ആ സമയത്ത് നമ്മൾ ബ്ലേസർ ഇട്ടിട്ട് ഈ സദ്യ വിളമ്പിക്കൊണ്ടിരിക്കണേ ഹോട്ടലിൽ. അപ്പം എനിക്ക് കൈ എത്തുന്നില്ല അങ്ങേയറ്റത്ത്. അപ്പോൾ ആൾ ഇവിടെ ഇരുന്നിട്ടുണ്ട്, ആളെ വൈഫ് അവിടെ ഉണ്ട്, മോൾ അവിടെ ഉണ്ട്, പിന്നെ ഒരു മോൾ ഇവിടെ ഉണ്ട്. അപ്പോൾ വൈഫിന് വിളമ്പാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ആക്കുമ്പം എൻ്റെ ചെറിയ ഈ കോട്ടിൻ്റെ ഈ ഒരു ഭാഗമുണ്ടല്ലോ കോട്ടിൻ്റെ, അത് അയാളുടെ ഇലയിൽ കുറച്ച് തട്ടിപ്പോയി. അയാൾ എന്നെ തള്ളിയിട്ട് ഒറ്റയടി ഇംഗ്ലീഷിൽ ചീത്തയും വിളിച്ചു. എന്നിട്ട് അപ്പോൾ അവരുടെ കൂടെയുള്ള ഫാമിലിക്ക് ഭയങ്കരമായിട്ട് ഫീലായി കേട്ടോ. അവർ പാവം എനിക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് ഞാൻ കരഞ്ഞ് എന്താ പറയുക, നമുക്കൊരു ഷോക്കാവില്ലേ അങ്ങനെയൊക്കെ ആകുമ്പോൾ. പ്രത്യേകിച്ച് നമ്മൾ വെയിറ്റർ എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ കാണുന്നത് ഒരു താഴേക്കടയുള്ള അങ്ങനെയല്ല. വെയിറ്റർ എന്നൊക്കെ പറയുന്നത് നമുക്ക് ഫുഡ് സെർവ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം ആ ഒരു റെസ്പെക്റ്റ് എല്ലാ ജോലിക്കും അതിൻ്റെ റെസ്പെക്റ്റ് ഉണ്ട്. അപ്പം അയാൾ എണീച്ചിട്ട് കുറേ ചീത്ത പറഞ്ഞു. അയാൾ പറയാം ഈ കോട്ടൊക്കെ 3-4 മാസം വാഷ് ചെയ്യാതെ ഇടാൻ കോട്ടായിരിക്കും, ഇതൊക്കെ തട്ടിയിട്ട് തിന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നാളെ ഹോസ്പിറ്റലിൽ കിടക്കും. അപ്പം ആ ഹോട്ടലിൽ നിന്ന് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ അവിടുന്ന് വിട്ടിട്ട് പിന്നെ മുംബൈയിൽ പോയി അവിടുന്ന് നൈറ്റ് ഡ്യൂട്ടി ഒക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ മുംബൈയിൽ നിന്ന് ബാംഗ്ലൂരിൽ വന്നു. അങ്ങനെ കുറേ വിഷമങ്ങളിലൂടെ കടന്നു പോയിട്ടാണ് ഇന്നത്തെ ഈ ഒരു ഇവിടെ കൊട്ടാരത്തിലിരിക്കുന്നത്.